ഓക്കെ മാസ് വി വി മീറ്റിംഗ് സംഭവം ഒന്ന് എന്തിനാ പറയൂ അതുള്ള ആള്. എനിക്ക് എടാ, സീരിയസ്ലി സംഭവം മനസ്സിലായി. ഞാൻ വന്നിറങ്ങിയപ്പോഴും നിങ്ങൾ എനിക്ക് ഗ്യാങ്സിന്റെ ഫ്രണ്ടിൽ പറഞ്ഞൂടാ, വന്നിട്ട് എന്തായാലും ചുമ്മാ കേൾക്കാം. എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുക. ഓക്കെ അസ്രപ്പ എന്താണെന്ന് സിറ്റുവേഷൻ പറഞ്ഞോടാ. അസറപ്പാടെ എടാ മുതുക്ക് വെച്ചിട്ട് എനിക്ക് കോൾ കിട്ടി. അതായത് നിങ്ങളുടെ സൈഡിൽ നിന്ന് പിറ്റിങ്, അത് നിങ്ങൾ വി വി എന്ന് അറിഞ്ഞൂടാ, ഏതൊരു സിവിലിയൻ വന്ന് പിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നു. അപ്പൊ വന്ന സമയത്ത് എനിക്കിട്ട് ആദ്യം ഞാൻ പിറ്റ് ചെയ്തപ്പോ അവൻ വിട്ടെന്ന് വിചാരിച്ചിട്ട് പോയി. എന്നിട്ട് സ്പോർട്സ് കാർ ബ്രോ ആയിരുന്നോ? സ്പോർട്സ് കാർ രണ്ട് സ്പോർട്സ് കാർ ഉണ്ടായിരുന്നു. ഒരു പോർഷ് കുട്ട മറ്റേ റൂഫ് ഓപ്പൺ ആയിട്ടുള്ളത് ഞാൻ ലംബോർഗിനിയാണ്. അത് നമ്മളല്ല, അതാണ് ഞാൻ പോർഷയുടെ മറ്റേ അപ്പൊ നമ്മള് ഫിറ്റിംഗ് ആയിട്ട് നിങ്ങളുടെ ഗ്യാങ്സിന്റെ സൈഡ് വരെ എത്തി. അപ്പൊ നിങ്ങളുടെ ഒരു വൈറ്റ് കാർ ഗ്യാങ്സിൽ കയറി പോകുന്നു പറഞ്ഞു. നമ്മളായിട്ട് ഫൈറ്റ് അല്ല വെടിവെച്ചെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത്. അല്ല ഫിറ്റിംഗ് ആയെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പൊ നിങ്ങളുടെ ഗ്യാങ്സിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങി അടിച്ച് 1-2 പേര് ഇറങ്ങി അടിച്ച് എന്റെ വണ്ടിയിലോട്ട്. അപ്പൊ ഞാൻ അവിടെ വന്ന് ഗ്യാങ് ഡ്രസ് ആയിരുന്നു. അവിടെ വന്ന് ചോദിച്ചപ്പോ പറഞ്ഞ്, ഞാൻ പറഞ്ഞ് നോക്കിയും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞപ്പോ അവര് പറ്റത്തില്ല, കാണുന്നവരെ അടിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ സൈഡിൽ നിന്നുള്ള പറയാം. അവന് സംസാരിക്കുന്ന ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അവൻ മുതുക്കിന്ന് വന്ന സമയത്ത് വെറുതെ ഏതോ ഒരു ബെൻഡയാകെയും അല്ല ലെംബോയും വന്ന് പിറ്റ് ചെയ്തോണ്ടിരുന്നു പറഞ്ഞു. അപ്പൊ അവൻ നിർത്തി കൊടുത്തെന്ന് കാര്യം അറിയാം. അപ്പൊ വന്ന് വെറുതെ പിറ്റ് തുറന്നിട്ടിരിക്കുക. എന്നിട്ട് മിലിറ്ററി ബേസിന്റെ ടണലിന്റെ അവിടെ വന്ന് അവനെ ഇറങ്ങി ഫയർ ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ അവൻ ഫയർ ചെയ്തോണ്ടാണ് അവൻ തിരിച്ച് അവിടെ വന്നിട്ട് അവൻ തിരിച്ച് ഫയർ ചെയ്തത്. അവൻ മിലിറ്ററി ബേസിൽ നിന്നല്ല ബ്രോ ഫയർ ചെയ്തു, ഗ്യാങ്സിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫയർ ചെയ്തു. അല്ല അവനെ ഫയർ ചെയ്തു എന്ന് പറഞ്ഞു. മിലിറ്ററി ബേസിന്റെ അവിടെ ഞാൻ ഫയർ ചെയ്തിട്ടില്ല, എന്റെ വണ്ടി പോർഷ് അല്ല മറ്റേ ആ സ്പോർട്സ് കാറിലുള്ള വണ്ടി ഫയർ ചെയ്യുന്നതാണ് പറഞ്ഞത്. അല്ല എനിക്കറിയത്തില്ല. ഞാൻ ഗ്യാങ് ഡ്രസ് ആയിരുന്നു, എനിക്ക് ഫയർ ചെയ്തു. അതൊന്ന് ക്ലിയർ ഔട്ട് ചെയ്യാവോ? ഞാൻ ഗ്യാങ്സിന്റെ ഫ്രണ്ടിൽ നിന്നപ്പോ ആദ്യം പറഞ്ഞു ഞാൻ ആരെ കണ്ടാലും അടിക്കുന്ന പറഞ്ഞു. ഗ്യാങ് ഡ്രസ് ഇട്ട പോകുന്നു. എന്നിട്ട് പിന്നെ നിങ്ങൾ ഗ്യാങ്സിന്റെ ഉള്ളിൽ ഇരിക്കേണ്ട അടിയല്ലോ. ബ്രോ ലൈക്ക് അത് നമ്മള് എന്താ സിറ്റുവേഷൻ ബ്രോ, അത് ബ്രോ വന്ന് കൊണച്ചില്ലേ ബ്രോ? ബ്രോ അടിക്കല്ലേന്നാ പറഞ്ഞത്, കണ്ടവരെങ്ങനെ അടിക്കല്ലേന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ അടിക്കുമെന്ന് പറഞ്ഞിട്ട് കൊണ അടിച്ചു, മനസ്സിലായോ? എന്നിട്ട് ബ്രോ ഞാൻ സംസാരിക്കാൻ വന്നായിരുന്നു അവിടെ. അപ്പൊ ഞാൻ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത്. അപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്നാണ് ഫസ്റ്റ്. അല്ല നിങ്ങൾ എന്താ അവരോട് എവിടെ കണ്ടാലും അടിക്കുമെന്ന് പറഞ്ഞതിനാണ് ബ്രോ ഞാൻ ആദ്യം എനിക്കിട്ട് വെടി കിട്ടിയപ്പോ ഗ്യാങ്സിന്റെ മുന്നിൽ ഒന്ന് സംസാരിക്കണം. അപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ സൈഡിൽ നിന്ന് ബാഡ് ആയിട്ട് സംസാരം വന്നു. അപ്പൊ ഇവര് വിളിച്ചപ്പോഴാണ് ഇവരൊന്ന് സംസാരിച്ചത്. നമുക്കിപ്പോ ഇനീഷ്യലല്ല പ്രീ വാറായിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. നമുക്കിപ്പോ ഒരു 10 മിനിറ്റ് ടൈം അല്ല ബ്രോ, നമുക്കൊരു 10:30 ഇപ്പൊ ഒരു ബോഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടും കണ്ടിന്യൂ ചെയ്താലോ? ഓക്കെ അല്ലേ? 10:30 ബോഗുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പൊ അത് കാരണം സിറ്റിക്ക് കേറാൻ പറ്റാത്ത പ്രശ്നമുണ്ടെന്ന് പറയുന്നത്. ഓക്കെ ബ്രോ, ഓക്കെ ശരി. മീറ്റിംഗ് ഇടണ്ടല്ലോ അല്ലേ നിങ്ങൾ? 10:30 നമ്മൾ ലൊക്കേഷൻ പറഞ്ഞാൽ പോലെ. നമ്മൾ ലൊക്കേഷൻ പറഞ്ഞാൽ പോലെ. ബ്രോ 10:30ക്കാണ് ബോഗ് സ്റ്റാർട്ട് ആവുന്നത്. ബോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10:30. നിങ്ങൾ റെഡി ആകുമ്പോൾ നിങ്ങൾ ലൊക്കേഷൻ ചോദിച്ചാൽ മതി. ശരി ശരി. ഓക്കെ, ഇത് മീറ്റിംഗ് എനിക്ക് തുറന്നില്ല. പ്രിവാർ അടിക്കില്ല, മിക്കവാറും മാറാക്കാൻ പറ്റുള്ളൂ.